വൻപൻ ഡീലാണ് ഇന്ത്യയുമായി വെനിസ്വേലയ്ക്ക് ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഗൾഫ് മേഖലയിലെ സമാധാനം നമ്മുടെ പൗരന്മാർക്ക് മാത്രമല്ല ലോക സമാധാനത്തിന് തന്നെ വളരെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. ഡോളറിന് അതീതമായി ഒരു വ്യാപാര ഘടന, എക്സ്ചേഞ്ച് ഘടന ഡെവലപ്പ് ചെയ്യാനുള്ള ആത്മാർത്ഥമായ ചിന്തയുണ്ട് റഷ്യയുടെ ഭാഗത്ത്, ചൈനയുടെ ഭാഗത്ത്, ബ്രസീലിൻ്റെ ഭാഗത്ത്, സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത്, ബ്രിക്സിലെ ഇന്ത്യ ഒഴിച്ചുള്ള പല രാജ്യങ്ങളും ആ രീതിയിൽ ചിന്തിച്ചു തുടങ്ങി. അബ്രഹാമിക കരാറിൽ ഏർപ്പെടുക വഴി അവിടെ ഇസ്രായേൽ എന്ന രാജ്യവും അറബ് ലോകവുമായുള്ള ശത്രുത പൂർണ്ണമായി അവസാനിക്കുന്നു. അപ്പോഴും ഇറാൻ ഒരു ശത്രുവായി അവിടെ നിലനിർത്തപ്പെടണം. അത് അമേരിക്കയുടെ ആവശ്യമാണ്. നാളെ ട്രംപ് ഇന്നത് പറയും, അതനുസരിച്ച് വില കൂടുകയോ കുറയുകയോ ചെയ്യാം. ഇപ്പോൾ തന്നെ ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ് അല്ലെങ്കിൽ മറ്റ് വ്യാപാരങ്ങളിൽ വൻപൻ നേട്ടമുണ്ടാക്കാൻ ട്രംപിനോട് അടുത്ത് നിൽക്കുന്ന ഫാമിലി മെമ്പേഴ്സിനോ അംഗങ്ങൾക്കോ കഴിയും. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമ്മുടെ പശ്ചിമേഷ്യൻ മേഖല, ഗൾഫ് മേഖല സമാധാനത്തിലേക്ക് നീങ്ങില്ലയോ? അവിടുത്തെ ബിസിനസ് രംഗം വീണ്ടും പ്രതീക്ഷയുണർത്തിയെങ്കിലും അസമാധാനത്തിലേക്ക്, ആശങ്കയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് അവരെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സൈനിക നടപടി, ഇറാൻ്റെ തിരിച്ചടി. കുവൈറ്റിലും ഒമാനിലുമൊക്കെ തന്നെ പലയിടങ്ങളിലായി സ്ഫോടനം നടന്നിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഈ ചോദ്യം ഉയരുന്നത്: സമാധാനം അകലെയാണോ? എന്താണ് പ്രതിവിധി? ട്രംപിൻ്റെ നീക്കങ്ങൾ വീണ്ടും വീണ്ടും യുദ്ധഭീതി വിതയ്ക്കുകയാണോ? ഇതിന് പിന്നിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ? പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരുന്നു വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. അമേരിക്ക നടത്തിയ സൈനിക നീക്കം മുൻപൊക്കെ തന്നെ എന്നും നമ്മൾ സംശയത്തോടെ കണ്ടിരുന്നു. ഇവിടെയും അതുതന്നെയാണ്. ആ ഒരു സംശയത്തിൻ്റെ നിഴൽ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണോ? എൻ്റെ ചോദ്യത്തിനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത്, കുറേ നാളായി ഇപ്പോൾ സമാധാനത്തിലേക്ക് പോകും, വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു, വെടിനിർത്തൽ നീട്ടിയേക്കും, സമാധാന ഉടമ്പടി ഉടൻ തന്നെ ഉരുത്തിരിഞ്ഞേക്കും എന്നൊക്കെയുള്ള വാർത്തകൾ കേട്ടുകൊണ്ടേയിരുന്നതിനിടയിലാണ് വീണ്ടും സൈനിക നടപടിക്ക് തിരികൊളുത്തിയിരിക്കുകയാണോ ട്രംപ് എന്ന സംശയം തോന്നുന്ന തരത്തിലേക്ക് പോവുകയാണ്. അവിടെയുള്ള ആളുകളൊക്കെ തന്നെ ആശങ്കയിലാണ്. ഇന്നല്ലെങ്കിൽ നാളെ സമാധാനത്തിലേക്ക് പോയല്ലേ പറ്റൂ, ബിസിനസ് നടന്നല്ലേ പറ്റൂ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? ഒരു പ്രതീക്ഷ, ചിലരൊക്കെ പറയും പ്രത്യാശ, ഇതൊക്കെയാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പോൾ സംഘർഷം സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. ചിലരുടെയൊക്കെ ഗ്രീഡാണ് സംഘർഷത്തിൻ്റെ പിന്നിൽ. പക്ഷേ സംഘർഷത്തിൻ്റെ കാർമേഘങ്ങൾ ഒഴിഞ്ഞ് സമാധാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പലരും പിടിച്ചു നിൽക്കുന്നത്. അതെ, ഗൾഫ് പ്രദേശങ്ങളിൽ, അതായത് 6 GCC രാജ്യങ്ങൾ, അതിന് ചുറ്റുമുള്ള മേഖല എല്ലാം കൂടെ ചേർത്ത് 1 കോടിയോളം ഇന്ത്യൻ വംശജരാണ്, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സാണ് അവിടെ ജീവിക്കുന്നത്. തൊഴിൽ ചെയ്ത് ജീവിക്കുകയാണ്. മെച്ചപ്പെട്ട അവസരങ്ങൾ തേടി മാത്രം പോകുന്നതല്ല, മറിച്ച് ഇന്ത്യയിൽ തൊഴിൽ ലഭിക്കാതെ ഇരിക്കുന്ന ഒരുപാട് പേര്, അല്ലെങ്കിൽ കുറച്ചുകൂടെ സാധ്യത പുറത്തു നിന്നാണ് എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ വരുമാനം, നമ്മുടെ ഒരുപാട് ഭവനങ്ങളിൽ തീ പുകയുന്നത്, ഇതെല്ലാം തന്നെ വൈദേശിക വരുമാനം, ഗൾഫ് വരുമാനം. അതവിടെ കുറേയൊക്കെ ചിലവാക്കും, പക്ഷേ ബാക്കി പണം നാട്ടിലേക്ക് ബന്ധുമിത്രാദികൾക്ക്, ഫാമിലിക്ക് വേണ്ടി അയച്ചു തരും. അങ്ങനെയാണ് കേരളത്തിൻ്റെ ഉൾപ്പെടെ സമ്പദ് വ്യവസ്ഥ സാമാന്യം സ്റ്റഡിയായി മുന്നോട്ട് പോകുന്നത്. കാരണം 70-കൾ വരെ നമുക്ക് വലിയ പട്ടിണിയും പരിവട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം വളരെ ശക്തമായ മാറ്റം. കേരളം ഒരു ഉൽപാദന സ്റ്റേറ്റ് അല്ല. ഉണ്ടായിരുന്ന കാർഷിക രംഗം തകർന്ന് തരിപ്പണമായി, ചെറുകിട മേഖലകൾ എല്ലാം തന്നെ താഴേക്കാണ്. അപ്പോൾ പിന്നെ ഗൾഫ് വരുമാനം ഏതെങ്കിലും കാരണവശാൽ നിലച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു കാറ്റക്ലിസ്മിക് ഇഫക്റ്റ് അത് വളരെ ഭീതിതമാണ്. ഇപ്പോൾ നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. കാരണം യുദ്ധം വരും പോകും, പക്ഷേ ഇത് നീണ്ടു പോവുകയാണ്. അപ്പം മുൻപ് ഈ ഇറാൻ അമേരിക്ക സംഘർഷം അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം, ഇവിടെ എല്ലാം ഗൾഫ് രാജ്യങ്ങളുടെ മേൽ കാര്യമായ ആക്രമണം ഉണ്ടായില്ല. പക്ഷേ ഫെബ്രുവരി മാസം 28-ാം തീയതി മുതൽ നിരന്തരം, മാർച്ച് മാസം മുഴുവൻ, ഏപ്രിൽ മുഴുവൻ, മെയ് മാസം മുഴുവൻ, ജൂൺ ആദ്യ ആഴ്ചയായിരിക്കുന്നു. അപ്പം 3 മാസം, 100 ദിവസത്തോടടുക്കുന്നു യുദ്ധം തുടങ്ങി. ഈ 100 ദിവസം തീ തിന്ന് കഴിയുകയാണ് ഗൾഫ് മേഖലയിലെ ആളുകൾ, അവിടുത്തെ പൗരന്മാരും പ്രവാസികളും. അപ്പം ഇതിനൊരു അന്തമില്ലേ, അവസാനമില്ലേ? ഏതെങ്കിലും ഹിഡൻ അജണ്ട, ഇവിടെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ, ഇസ് ദർ എനി ഹിഡൻ അജണ്ട ബിഹൈൻഡ് ദ ഹോൾ തിങ്? നമ്മൾ പുറമേ പറയുന്നത് ഈ ട്രംപിൻ്റെ ഒരു കാട്ടാള മനോഭാവം, അതുമല്ല എങ്കിൽ അമേരിക്കയുടെ ഗ്രീഡ്,
അതുമല്ലെങ്കിൽ ഇറാൻ ഒരുപക്ഷെ ചില കാര്യങ്ങൾക്ക് വഴങ്ങുന്നില്ല. പല രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയാം. ഇസ്രയേലിൻ്റെ മോഹങ്ങൾ, അതിമോഹങ്ങൾ, ഇസ്രയേലിൻ്റെ സുരക്ഷാ ഭീഷണി, അങ്ങനെ പല ആംഗിളിലും ഇതിനെ കാണുന്നവരുണ്ട്. ഇതിനെല്ലാം പുറമെ ഇത് അവസാനിക്കാതെ മധ്യപൗരസ്ത്യ പ്രദേശത്തെ സമ്പത്ത് അത് വിനിയോഗിക്കാനാവാത്ത ഒരു നിലയിൽ, അല്ലെങ്കിൽ ഭാഗികമായി മാത്രം, എണ്ണയാണല്ലോ സമ്പത്ത്, കറക്റ്റ്, അത് ഭാഗികമായി മാത്രം വിനിയോഗിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ടായാൽ മറ്റേതെങ്കിലും ശക്തികൾക്ക് അതുകൊണ്ട് നേട്ടമുണ്ടാകുമോ? ഹൈഡ്രോകാർബൺ ബേസ് ഈസ് ഇറ്റ് മൂവിങ് ഫ്രം വെസ്റ്റ് ഏഷ്യ ടു ദ നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റ് ആൻഡ് ഓൾസോ ലാറ്റിൻ അമേരിക്ക. ഇപ്പം വെനിസ്വേലയിലെ എണ്ണ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി വെനിസ്വേലയിലെ പുതിയ ഗവൺമെൻറ്, പോസ്റ്റ് മഡൂറോ അഡ്മിനിസ്ട്രേഷൻ വൻതോതിൽ എണ്ണ എക്സ്ട്രാക്ട് ചെയ്യുക. ലോകത്ത് ഏറ്റവും അധികം എണ്ണ സമ്പത്തുള്ളതും വെനിസ്വേലയാണ്. ഇപ്പോൾ വെനിസ്വേലയുടെ താൽക്കാലിക പ്രസിഡൻറ്റ് ഈ ലേഡി ഇപ്പോൾ ഇന്ത്യയിൽ നിലവിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൻപൻ ഡീലാണ് ഇന്ത്യയുമായി വെനിസ്വേലയ്ക്ക് ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുമായും അതുപോലെ ഡീൽ. $500 ബില്യൺ വർത്ത് ഓഫ് ട്രേഡ് ഇൻ 5 years. ഇതാണല്ലോ ഇൻഡോ അമേരിക്കൻ ട്രേഡിൻ്റെ ലക്ഷ്യം. ഇത്രയും ട്രേഡ് ഉണ്ടാകണമെങ്കിൽ അമേരിക്കയിൽ നിന്നും ഇന്ത്യ എണ്ണയും വാങ്ങേണ്ടി വരും, വിമാനങ്ങളും വാങ്ങേണ്ടി വരും. ഇപ്പോൾ രണ്ടും കാര്യമായിട്ടില്ല. പക്ഷേ എണ്ണയുടെ കാര്യം ഇപ്പോൾ തന്നെ വർദ്ധിച്ചിരിക്കുന്നു. അത് കാലക്രമേണ കൂടുകയാണ്. ഇപ്പോൾ ഗൾഫ് മേഖല, ഹോർമൂസും അടയുകയാണ്, ബാബേൽ മന്ദേബും അടയുകയാണ് എന്ന് കരുതുക. അതായത് ചെങ്കടലിൽ നിന്നും പുറത്തേക്കുള്ള കവാടവും പേർഷ്യൻ ഗൾഫിൽ നിന്നും പുറത്തേക്കുള്ള കവാടവും ഏതെങ്കിലും രീതിയിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടാൽ എണ്ണയുടെ ലഭ്യത ഈ പറയുന്ന വെനിസ്വേലയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെയാകും കൂടുതലും കൊണ്ടുവരാൻ പറ്റും. ലോജിസ്റ്റിക്കൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇന്ത്യ നീഡ്സ് ഓയിൽ, ചൈന നീഡ്സ് ഓയിൽ, ഇല്ലാതെ മുന്നോട്ട് പോയില്ലല്ലോ. ഇപ്പം നമ്മളിപ്പം ഓയിലിന് ശേഷം ഹൈഡ്രോകാർബൺ വിമുക്ത ലോകം എന്നൊക്കെ പറയുന്നുണ്ട്. ന്യൂക്ലിയർ സാങ്കേതിക വിദ്യ, അത് ന്യൂക്ലിയർ റിയാക്ടേഴ്സിലൂടെ ഇപ്പം നമുക്ക് കൽപ്പാക്കത്തൊക്കെയാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ്. ഇപ്പം നമുക്ക് കേരള തീരത്തുള്ള തോറി നമുക്ക് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ വൻതോതിൽ ആണവ ഇന്ധന ഉത്പാദനം നടത്താൻ പറ്റും. അങ്ങനെ വിദ്യുച്ഛക്തി ഉത്പാദനം നടത്താൻ പറ്റും. അതൊക്കെ ഒരു വഴിയാണ്. പക്ഷേ അത് മാത്രം മതിയാവില്ല. ഇതൊക്കെ ചിലവേറിയ കാര്യമാണ്, സുരക്ഷിതത്വം കുറവുള്ള കാര്യമാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അടുത്ത 30-40 വർഷത്തേക്കെങ്കിലും നമുക്ക് ഹൈഡ്രോകാർബൺ, അതായത് പെട്രോൾ, ഡീസൽ, കെറസിൻ, ഏവിയേഷൻ ഓയിൽ, ഗ്രീസ്, ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാനാവില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് ഗൾഫിന് ശേഷമുള്ള ഒരു ലോകത്തെക്കുറിച്ച് ആലോചനയിലുണ്ടോ? ഇതൊരു ഭീതിതമായ ചിന്തയാണ്. ഇപ്പോൾ നിലവിൽ നമ്മുടെ എല്ലാം പ്രതീക്ഷ ഗൾഫ് സമാധാനമാകും, ഇറാനും അമേരിക്കയും തമ്മിൽ ഡീലിലെത്തും, അത് ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുള്ള സംഘർഷം അവസാനിക്കും, പഴയതുപോലെ തന്നെ എണ്ണ ഉത്പാദനം ഉണ്ടാവും. കുറേ കാലതാമസമെടുക്കും. ഈ നഷ്ടപ്പെട്ട ചില ആസ്തികളൊക്കെ തിരിച്ചു പിടിക്കുന്നത് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇറാനിൽ നിന്നും വൻതോതിൽ എണ്ണ ഉണ്ടാകും. ലോകത്തെ 3ാമത്തെ വലിയ എണ്ണ ശക്തിയാണ് ഇറാൻ. അപ്പോൾ ഇതെല്ലാം തന്നെ ഖാർഗ് ഐലൻഡിൽ നിന്നും വൻതോതിൽ എണ്ണ ഹോർമോസ് കടലിടുക്ക് കടന്ന് പുറം ലോകത്തേക്ക് എത്തുകയും എണ്ണയുടെ വില ഇപ്പോൾ $100 പെർ ബാരൽ നിൽക്കുന്നത് കുറഞ്ഞു വന്ന് $40-50 വരെ എത്തുന്ന ഒരു കാര്യം നമ്മൾ സ്വപ്നം കാണുന്നുണ്ട്. അത് ഉപഭോഗം, ഉത്പാദന മേഖലയിൽ ഉള്ള ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എണ്ണ വളരെ പ്രധാനമാണ്. എണ്ണ കമ്പനികളുമായി ബന്ധപ്പെട്ടാണ് ഇക്കോണമി. ഇപ്പം ദുബായിൽ എണ്ണയില്ല, പക്ഷേ എണ്ണ അധിഷ്ഠിത ഒരു എമിറേറ്റാണ്. അല്ലെങ്കിൽ ദുബായ്, അബുദാബി, ഷാർജ, UAE, ഇവിടെയുള്ള ആകമാന എണ്ണ വരുമാനം തകർന്നു കഴിഞ്ഞാൽ അവിടുത്തെ ടൂറിസം വരുമാനം, ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം തകരില്ലേ. അതുകൊണ്ട് എണ്ണ എന്ന് പറയുന്ന ഒരു സ്പൈറലിംഗ് ഇഫക്റ്റാണ്. അതുകൊണ്ട് ഗൾഫ് മേഖലയിലെ സമാധാനം നമ്മുടെ പൗരന്മാർക്ക് മാത്രമല്ല ലോക സമാധാനത്തിന് തന്നെ വളരെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം, കഴിഞ്ഞ 1-2 ദിവസങ്ങളായി ഞാൻ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൾഫ് മേഖലയിലുള്ളവരുമായി. അവരെല്ലാം പറഞ്ഞത് വലിയ ടെൻഷനാണ്. കാരണം അവർക്ക് വേണ്ട ജോലി നടത്തേണ്ട റോ മെറ്റീരിയൽസ് വരുന്നില്ല, 1. 2, ഡിമാൻഡുകൾ കുറഞ്ഞു, അതായത് പണിക്കുള്ള ഡിമാൻഡുകൾ കുറഞ്ഞു. അപ്പോൾ എന്താണ്, ബിസിനസ് നടത്തുന്നവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു ഡെഡ് ലോക്കിൻ്റെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർ ടെൻഷനിലാണ്. 2, ആ കമ്പനികളിൽ തന്നെ ഈ സംസാരിച്ചവരൊക്കെ തന്നെ ജോലി കൊടുക്കുന്നത് നിരവധി പേർക്കാണ്. അപ്പോൾ ആ കമ്പനി നഷ്ടത്തിലായി കഴിഞ്ഞാൽ മുതലാളി മാത്രമല്ല, ആ കുടുംബങ്ങളും, അവിടെ ജോലി ചെയ്യുന്നവരുടെ കുടുംബങ്ങളും. അപ്പോൾ അതുപോലെ ആയിരക്കണക്കിന് കമ്പനികളാണ് അവിടെ ഉള്ളത്. അത് ഒരു വശത്ത് നിൽക്കുകയാണ്. അതിനൊപ്പം മറ്റൊരു ടെൻഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിക്കുന്നു നിക്ഷേപകർ എന്ന ഒരു ടെൻഷൻ കൂടിയുണ്ട്. കാരണം സേഫ് ഹെവൻ
എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളൊക്കെ തന്നെ. അവർ അനാവശ്യമായിട്ട് ആരുമായിട്ടും പ്രശ്നത്തിന് പോവില്ല, അവിടെയൊന്നും തന്നെ സംഘർഷം ഉണ്ടാവില്ല. GCC രാജ്യങ്ങളിലാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ കലാപങ്ങളൊന്നും ഇല്ലാത്ത ഒരു കലാപവും ഇല്ലാത്ത സ്ഥലമാണല്ലോ. അപ്പോൾ അവർക്ക് വളരെ നല്ല രീതിയിൽ ബിസിനസ് നിക്ഷേപകർക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്, ബിസിനസ് ചെയ്യാനുള്ളൊരു സാഹചര്യം. അത് ഇപ്പോൾ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. ഈ സാഹചര്യം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയമാണുള്ളത്. ഗ്ലോബൽ ക്യാപിറ്റൽ, ആഗോള മൂലധനം, ലാഭക്ഷമത എവിടെയുണ്ടോ, സമാധാനം എവിടെയുണ്ടോ, ഉത്പാദനക്ഷമത എവിടെയുണ്ടോ അങ്ങോട്ട് ഒഴുകും. സ്വാഭാവികമാണ്. യു കനോട്ട് കൺട്രോൾ ഇറ്റ്. സ്വാഭാവികമായ മൂവ്മെൻ്റാണ്. ഗ്ലോബൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണമല്ലോ. ഗൾഫ് നാടുകൾ വികസിച്ചതിൻ്റെ പിന്നിൽ ആഭ്യന്തരമായ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, ഓവറോൾ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതിന് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ജനാധിപത്യ ഘടനകളല്ല, മറ്റ് ഘടനകളാണ്. എമിറേറ്റ്സ് ആണ് ചിലതൊക്കെ കിങ്ഡംസ് ആണ്, ചിലതൊക്കെ ഷെയ്ഖ്ഡംസ് ആണ്. ഇതെല്ലാം തന്നെ രാജഭരണമാണ്. അവിടെ ജനകീയ പ്രക്ഷോഭങ്ങളോ പ്രതിപക്ഷമോ കാര്യമായ പ്രശ്നങ്ങളോ സമരങ്ങളോ ലോക്കൗട്ടോ ഒന്നും ഉണ്ടാവില്ല. മുതൽ മുടക്കിയാൽ കൃത്യമായ വരുമാനം കൃത്യമായ സമയത്ത് കിട്ടും എന്ന് ഉറപ്പുള്ള ഇടങ്ങളാണ് ഗൾഫ്. അത് മാത്രമല്ല, നാച്ചുറൽ റിസോഴ്സായ ഈ ക്രൂഡ് ഓയിൽ ആവശ്യത്തിലും ഏറെയുണ്ട്. ഇതെല്ലാം വളരെ സുഗമമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് കുവൈറ്റ് യുദ്ധം ഉണ്ടാകുന്നത്. 1990-91 കാലത്തെ സദ്ദാം ഹുസൈൻ്റെ കുവൈറ്റ് അധിനിവേശവും യുദ്ധവും. അപ്പോൾ അന്ന് കുവൈറ്റാണ് കാര്യമായി അഫക്റ്റഡ് ആയത്. കുവൈറ്റിൽ നിന്നും വൻതോതിൽ ആളുകൾ കേരളത്തിലേക്ക് വരേണ്ടി വന്നു. അതൊക്കെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഒരിക്കൽ ആ ഷോക്ക് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഒന്ന് ഓർമ്മയിൽ, ഈ തലമുറയുടെയൊക്കെ ഓർമ്മയിൽ, ഇപ്പോഴൊരു 60-70 വയസ്സ് വരെയുള്ള ആളുകളുടെ ഓർമ്മയിൽ അധികാലം ഇല്ലല്ലോ, 70-ന് ഓയിലൊക്കെ കണ്ടെത്തുന്നതിന് മുൻപുള്ള വൻതോതിൽ ഹൈഡ്രോ കാർബൺ കണ്ടെത്തുകയും അത് എക്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നതിന് മുൻപുള്ളൊരു കാലഘട്ടമുണ്ട്. വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമുണ്ട്. അവിടെ എന്താണുള്ളത്? ഈന്തപ്പഴം, കുറച്ച് പച്ചക്കറികൾ, കുറച്ച് കൃഷി, ചെറിയ തോതിൽ ഫിഷിംഗ്, മത്സ്യബന്ധനം, മാത്രമല്ല മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഒരു ഇക്കോണമി എന്നുള്ള നിലയിൽ സസ്റ്റെയിൻ ചെയ്യത്തക്ക കാര്യമായി ഒന്നും തന്നെ ഉണ്ടായത്. ഇറാൻ്റെ കാര്യമല്ല പറയുന്നത്, സൗദി അറേബ്യ, ഒമാൻ, യമൻ, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഖത്തർ, കുവൈറ്റ്, അവിടെയൊന്നും കാര്യമായ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓയിൽ, അതിന് ടെക്നോളജി ആവശ്യമുണ്ട്. അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ബഹുരാഷ്ട്ര കമ്പനികൾ എത്തി. അവിടെ എത്തി, ദേ സെറ്റപ്പ് ഷോപ്പ്, ദേ എക്സ്ട്രാക്റ്റഡ്, ദേ ബ്രോട്ട് ടെക്നോളജി. അതിനുശേഷം വൻ ഉൽപ്പാദനം. അങ്ങനെയാണ് പെട്രോ ഡോളേഴ്സ് അവിടെ ഉണ്ടാകുന്നത്, ആ രാജ്യങ്ങൾ റിച്ച് ആകുന്നത്, ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ പ്രസൻസ് അവിടേക്ക് വരുന്നത്. അല്ലെങ്കിൽ മലയാളികൾ അവിടെ പോയി ജോലി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ 3-ാം തലമുറയാണ്. ഗൾഫിലേക്ക് പോയ ആളുകളുടെ 3-ാം തലമുറയാണ് ഇപ്പോൾ. പ്രവാസികളുടെ 3-ാം തലമുറയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു 3-ാം തലമുറയുടെ കാര്യം വരുമ്പോൾ അവർ ആ ബുദ്ധിമുട്ടുള്ള കാലമൊന്നും കണ്ടിട്ടില്ല. അതെ, ഇപ്പോൾ ഈസ് ഇറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്ലൈഡ്. ഇതാണ് ഒരു താഴ്ചയുടെ, ഇപ്പോൾ ഒരു പീക്കിൽ എത്തിക്കഴിഞ്ഞു, താഴ്ചയിലേക്കാണോ എന്ന അന്വേഷണമാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. അതിന് ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ സാർ. അത്തരത്തിൽ ഒരു പീക്കിലേക്ക് വന്നു, താഴേക്ക് പോകുന്നു, അവിടെ ഏതെങ്കിലും കരുതിക്കൂട്ടിയുള്ള, ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ട്രംപ്, അദ്ദേഹം ഗൂഢനീക്കം നടത്തുകയാണ്, അങ്ങ് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവിടെ എല്ലാ വാതിലുകളും അടയുന്നു, നേരെ ലോകത്തിൻ്റെ ട്രേഡ് കണ്ണ്, അല്ലെങ്കിൽ വാങ്ങാനുള്ള ആവശ്യക്കാർക്ക് ഇന്ധനം കിട്ടിയേ തീരും. ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരെ വെനിസ്വേലയിലേക്കോ അത് ഉള്ള സ്ഥലത്തേക്കോ റഷ്യയിലേക്കോ ഒക്കെ തന്നെ പോകുന്നു. അപ്പോൾ ഇവിടെയുള്ള കച്ചവടം അവസാനിക്കുകയാണ്. കച്ചവടം അവസാനിക്കുമ്പോൾ അവിടെ നിന്നുള്ള ബിസിനസ്സൊക്കെ ഡിമിനിഷ് ആവും. അപ്പോൾ ആ ബിസിനസ് ഡിമിനിഷ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് പണമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. പണമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ അവിടെ സമാധാനം തകരും, അരാജകത്വം ഉണ്ടാകും. മുല്ലപ്പൂ വിപ്ലവത്തിന് സമാനമായിട്ടുള്ള നീക്കങ്ങൾ അവിടുത്തെ ഭരണകൂടങ്ങളെ മറിച്ചിടാനുള്ള ശ്രമം നടക്കും. ഇത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ വീണ്ടും അമേരിക്കയ്ക്ക് കച്ചവടം അവിടെ നടക്കും, ഇവിടെ വീണ്ടും അവരുടെ പട്ടാളക്കാർക്ക് ജോലി കൊടുക്കാനുള്ള അവസരം കൂടി ഉണ്ടാകും. കാരണം സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു സംശയം എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്നു. അതൊരു വൈൽഡായിട്ടുള്ളൊരു ഒരു ചിന്തയാണോ, അതോ അതിലൊന്നും കാര്യമില്ലയോ? ഇല്ല, ഇതിലൊരു ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പലതുമുണ്ട്. വാട്ട് എക്സാക്ട്ലി ഡസ് ട്രംപ് ഹാവ് ഇൻ ഹിസ് മൈൻഡ്? ഇത് കൃത്യമായി നമുക്ക് അസസ് ചെയ്യാൻ ഇപ്പോഴും കഴിയുന്നില്ല. ഇത് രണ്ട് രീതിയിലാണ്. ഒരു നിമിഷം പറയുന്നതല്ലോ അടുത്ത നിമിഷം പറയുന്നത്. മാത്രമല്ല, അമേരിക്കയ്ക്ക് ഒരു ലോങ് ടേം പെർവ്യൂ ഉണ്ട്. ട്രംപ് വരും പോകും. അടുത്ത 3 വർഷം കഴിഞ്ഞാൽ പിന്നെ ട്രംപ് ഇല്ല.
രണ്ടാം ടേമിലാണ് ഇപ്പോൾ ട്രംപ് ഭരിക്കുന്നത്. മൂന്നാമത് ടേം കിട്ടില്ല ഒരു വ്യക്തിക്ക്. അമേരിക്കൻ പ്രസിഡന്റായി മൂന്നാമത് ടേം ഒരേ വ്യക്തിക്ക് ലഭിക്കില്ല നിയമപരമായി. അതുകൊണ്ട് പുതിയൊരു പ്രസിഡന്റ് വരും, പുതിയൊരു സിസ്റ്റം വരും. അത് മാത്രമല്ല അമേരിക്ക തന്നെ ട്രംപിനെ തിരുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ ദിവസം ഈ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പ്രമേയം ട്രംപിന് എതിരായി അവർ പ്രമേയം പാസ്സാക്കി. എന്ന് പറഞ്ഞാൽ വാർ ആക്ട്, അതായത് ഈ യുദ്ധം പ്രഖ്യാപിച്ച 60 ദിവസം മാത്രമേ ഒരു എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് മുന്നോട്ട് പോകാനാവൂ. പിന്നീട് കോൺഗ്രസിൻ്റെ പെർമിഷൻ വാങ്ങണം, അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ പെർമിഷൻ വാങ്ങണം. അതുകൊണ്ട് വാർ പവേഴ്സ് ആക്ട് എന്നത് ഇൻവോക്ക് ചെയ്തുകൊണ്ട് പ്രസിഡന്റ് അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ പെർമിഷൻ വാങ്ങിയിട്ടില്ല. അത് തെറ്റായി എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിനെ വിമർശിക്കുന്ന പ്രമേയം ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് പാസ്സാക്കിയിരിക്കുന്നു. 209-215 വോട്ടുകൾക്ക് അത് പാസ്സാക്കി ട്രംപിനൊരു വലിയ അടിയാണ്. ഇനി സെനറ്റും കൂടെ അത് പാസ്സാക്കി കഴിഞ്ഞാൽ കാലക്രമേണ അമേരിക്കൻ പ്രസിഡന്റിന് എത്രയെല്ലാം സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിലും പിൻവലിക്കേണ്ടി വരും. അത് ആ ഒരു ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് തന്നെ സ്വയം തിരുത്താനാവും, അതൊരു പ്രതീക്ഷയാണ്. പക്ഷേ അതൊക്കെ നമ്മൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതിന് കരുതുക. വൻതോതിൽ അമേരിക്കയ്ക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഇറാൻ ഈസ് റെസിസ്റ്റിംഗ് വെരി വെൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ. കാരണം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇറാൻ വിൽ ബി ഡെസിമേറ്റഡ് എന്ന ചിന്തയൊന്നും അത്ര സ്വാഭാവികമല്ല. അതുമാത്രമല്ല, ഭരണമാറ്റം ഉണ്ടാകണമെങ്കിൽ ഇനിയിപ്പം കയറി ഇറാൻ പിടിക്കുക കരയുദ്ധത്തിലൂടെ, അതൊന്നും സാധ്യമാകുന്ന കാര്യങ്ങളല്ല. നമുക്കിപ്പം ചെറിയൊരു ഭാഗം പോലും ഇപ്പം ഈ പലസ്തീൻ്റെ ഭാഗമാണല്ലോ ഗസ പിടിക്കാൻ പോലും, പൂർണ്ണമായി പിടിക്കാനോ അവിടെ ഉദ്ദേശിച്ച പോലെ ഒരു ഭരണമാറ്റം നടത്താനോ ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് ഓർക്കണം. അപ്പോഴാണോ ബൃഹത്തായ രാജ്യമായി ഇറാനെ മൊത്തം പിടിക്കുക എന്നുള്ളത്. അവിടെ ബലപ്രയോഗം നടത്താൻ സാധിക്കുമായിരിക്കും. പക്ഷെ അതുകൊണ്ട് ഇവിടെ അമേരിക്കയുടെ മനസ്സിൽ ഇതൊന്നും ആയിരിക്കില്ല. ഇവിടെ സൂചിപ്പിച്ചു അതുകൊണ്ടാണ് ഈ ഗൂഢാലോചന സിദ്ധാന്തം, കോൺസ്പിറസി തിയറീസിന് കുറേയൊക്കെ ട്രാക്ഷൻ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇപ്പോൾ അമേരിക്കയുടെ പോളിസി ഗൾഫ് രാജ്യങ്ങളിൽ സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കൻ ഡോളറിൽ മാത്രം എണ്ണ കച്ചവടം നടത്തുന്നു എന്ന് ഉറപ്പുവരുത്തുക. പക്ഷേ ഡോളറിന് അതീതമായി ഒരു വ്യാപാര ഘടന, എക്സ്ചേഞ്ച് ഘടന ഡെവലപ്പ് ചെയ്യാനുള്ള ആത്മാർത്ഥമായ ചിന്തയുണ്ട് റഷ്യയുടെ ഭാഗത്ത്, ചൈനയുടെ ഭാഗത്ത്, ബ്രസീലിൻ്റെ ഭാഗത്ത്, സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത്. ബ്രിക്സിലെ ഇന്ത്യ ഒഴിച്ചുള്ള പല രാജ്യങ്ങളും ആ രീതിയിൽ ചിന്തിച്ചു തുടങ്ങി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായി ഒരു വലിയ ഡീലിൻ്റെ ഒരു വലിയ ആലസ്യത്തിലാണ്, സ്വപ്നത്തിലാണ്, സ്വപ്ന ലോകത്താണ്. UAE-യുമായി ഇന്ത്യ റുപ്പി ദിർഹം ട്രേഡിലുള്ളൊരു ശ്രമം നമ്മൾ നടത്തുന്നു. അത് വരുന്നു. അതാണ് ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഇവിടെ ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അമേരിക്കൻ ഓർബിറ്റിൽ നിൽക്കുന്നു എന്ന പ്രതീതിയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷെ പതുക്കെ GCCയിൽ വിള്ളലുകൾ വീണിരിക്കുന്നു. അതിന് മുന്നോടിയായി ഒപ്പെക്കിൽ വിള്ളൽ വീണു എന്ന് പറയുന്നതിന് പ്രത്യേക കാരണം ഇറാൻ യുദ്ധവുമായി നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന ഒന്നാണ്. UAE പറയുന്നു, ഒപ്പെക്കിലെ നിർണായക ശക്തിയാണ് UAE, സൗദി അറേബ്യ, UAE ഒക്കെ തന്നെയാണ് വലിയ എണ്ണ ഉത്പാദന രാജ്യങ്ങൾ. UAE പറയുന്നു, ഒപ്പെക്ക് പറയുന്ന ഖോട്ട സിസ്റ്റം തങ്ങൾക്കിനി ബാധകമാവുന്നില്ല. ഒപ്പെക്ക് പറയുന്ന നിയന്ത്രണങ്ങൾ അനുസരിച്ച് തങ്ങൾ കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കാൻ അവകാശമുണ്ട്, ആവശ്യമുണ്ട്. ഞങ്ങളുടെ ഇക്കോണമി മുന്നോട്ട് പോകണം, പ്രവാസികൾക്ക് ശമ്പളം കൊടുക്കണം, അതുകൊണ്ട് തങ്ങൾ കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കണം. ഒപ്പെക്കിന് കോട്ട ബാധകമല്ല, മറ്റ് റെഗുലേഷൻസ് ബാധകമല്ല. അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഹോർമോസ് അടഞ്ഞു കിടന്നാലും ഓൾട്ടർനേറ്റ് മാർഗം ഫ്യുജൈറയിലൂടെ, അത് ഹോർമോസിന് വെളിയിലാണ്, പേർഷ്യൻ ഉൾക്കടലിൻ്റെ പുറത്താണ്, അതായത് ഗൾഫ് ഓഫ് ഒമാൻ്റെ തീരത്താണ് ഈ പറയുന്ന ഫ്യുജൈറ. അവിടേക്ക് പമ്പ് ചെയ്ത എണ്ണ ഇവയുടെ ഭാഗം തന്നെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് അവിടെ കിഴക്കേക്ക് പമ്പ് ചെയ്ത് കൊണ്ടുപോയി അവിടുന്ന് എണ്ണ. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് UAE സഹായിക്കാം. ഇന്ത്യക്കൊക്കെ വൻപൻ ഈ തുറമുഖ വികസനത്തിന് പ്രാധാന്യം ഒക്കെ ചേർത്ത് സഹായിക്കാൻ സാധിക്കും. ഇന്ത്യയുടെ ടെക്നോളജി, മാൻ പവർ ഒക്കെ ഉപയോഗിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് എണ്ണ UAE-യുമായിട്ട് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ ലാഭകരമായ രീതി റഷ്യയുമായി നേരിട്ട് ഇടപെടുന്നത് പോലെ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള കച്ചവടം റുപ്പി ടേംസിലാണ്. അതുകൊണ്ട് ദിറാംസ് ആൻഡ് റുപ്പി ടേംസിൽ UAE-യുമായിട്ട് കച്ചവടം നടത്താമെങ്കിൽ ഡോളറൈസേഷന് ഒരു തുടക്കമായി. ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള കച്ചവടം എല്ലാം തന്നെ ഡോളറിലാണ്. അത് മാറ്റി തദ്ദേശ കറൻസി ഇന്ത്യൻ റുപ്പി ആൻഡ് UAE ദിറാംസ് ആ രീതിയിൽ ഇനി സൗദിയുമായിട്ട് റിയാലിൽ കച്ചവടം എന്തുകൊണ്ട് നടത്തിക്കൂടാ? അല്ലെങ്കിൽ മറ്റ് അതത് രാജ്യങ്ങളുടെ കറൻസിയിൽ അങ്ങനെ മാറി ചിന്തിച്ചാൽ പെട്രോ ഡോളേഴ്സ് എന്ന കോൺസെപ്റ്റ് തന്നെ ഇല്ലാതെയാവും. അപ്പോൾ അമേരിക്കയ്ക്ക് പിന്നെന്താണ് മെച്ചം? വേൾഡ് കറൻസി എന്ന നിലയിൽ ഡോളർ സ്ലൈഡ് ചെയ്താൽ ഇതാണ് ട്രംപ് എന്ന കച്ചവടക്കാരൻ്റെ ഏറ്റവും വലിയ ആശങ്ക. അപ്പോൾ ഒരു വശത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം
UAE മാറി ചിന്തിക്കുന്നതിന് പിന്നിൽ ഇറാനെ തങ്ങൾ വേണ്ട രീതിയിൽ GCC കൈകാര്യം ചെയ്യുന്നില്ല, അതുകൊണ്ട് തങ്ങൾ വേറിട്ട ചിന്ത, തങ്ങൾ അമേരിക്കയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഇറാനെ കൈകാര്യം ചെയ്യാം, അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സാധ്യത ഓരോ രാജ്യങ്ങളും വെവ്വേറെ പന്ഥാവുകൾ തേടി പോകാനാണ് സാധ്യത. അതുമാത്രമല്ല, മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ ഇസ്രയേലിൻ്റെ സൈനിക സഹായം സ്വീകരിച്ചിട്ടില്ല. UAE ഈസ് ഡിപ്പെൻഡിങ് ഓൺ ഇസ്രയേൽ ഫോർ ഡിഫൻസ്. അവരുടെ അയൺ ബീം സംവിധാനം, അയൺ ഡോമിൻ്റെ ഈ ലേസർ അധിഷ്ഠിതമായ ഡിഫൻസ് സംവിധാനമാണ് അയൺ ബീം UAE-യിൽ വ്യാപകമായി ഇസ്രായേൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ കൂടുതൽ രാജ്യങ്ങൾ, ട്രംപ് പറയുന്നു ഭാവിയിൽ കൂടുതൽ അറബ് രാജ്യങ്ങൾ അബ്രഹാമിൻ്റെ പേരിൽ അബ്രഹാമിക് കരാർ, ഇപ്പം 4 രാജ്യങ്ങളാണ്, UAE ഉൾപ്പെടെ 4 രാജ്യങ്ങളാണ്, കൂടുതൽ രാജ്യങ്ങൾ അബ്രഹാമിക് കരാറിൽ ഏർപ്പെടുക വഴി അവിടെ ഇസ്രായേൽ എന്ന രാജ്യവും അറബ് ലോകവുമായുള്ള ശത്രുത പൂർണ്ണമായി അവസാനിക്കുന്നു. അപ്പോഴും ഇറാൻ ഒരു ശത്രുവായി അവിടെ നിലനിർത്തപ്പെടണം, അത് അമേരിക്കയുടെ ആവശ്യമാണ്. ഇതാണ് ചിന്ത. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്കൻ സേനകൾക്ക് അവിടെ താവളമുള്ളൂ. അതൊരു വശം. മറുവശത്ത് ഗൾഫ് രാജ്യങ്ങളുടെ നേതാക്കൾക്ക് അമേരിക്ക തള്ളിപ്പറയാനാവില്ല. അത് സത്യമാണ്. കാരണം അല്ലെങ്കിൽ അവരെ മറിച്ചിടും. അവർക്ക് അമേരിക്കയുടെ ദയാദാക്ഷിണ്യത്തിലാണ് അധികാര കസേരയിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അട്ടിമറി ഉണ്ടാക്കി അവരെ പുറത്താക്കും. ആ ഭീതിയുണ്ട് സൗദി രാജാവിനുൾപ്പെടെ. അപ്പോൾ അവർ ചെയ്യുന്നൊരു പണിയെന്ന് പറഞ്ഞാൽ പൊതുവെ അമേരിക്കയുടെ ഒരു തീട്ടൂരുകളെ അംഗീകരിക്കുക. പക്ഷേ ജനം അങ്ങനെ ഇരിക്കണമെന്നില്ല. ജനാധിപത്യമൊന്നുമില്ല. പക്ഷേ ജനതയുടെ തീരുമാനം എന്തിനാണ് അമേരിക്കയ്ക്ക് ഇവിടെ താവളങ്ങൾ എന്തിനാണ്? ഒഴിവാക്കിക്കൂടെ? ഇതൊരു ബാധ്യതയല്ലേ? ഇറാൻ ആക്രമിക്കുന്നത് ആരെയാണ്? കുവൈറ്റിനെ അല്ല, കുവൈറ്റിലെ അമേരിക്കൻ താവളങ്ങളെയാണ്. കൂട്ടത്തിൽ ഇപ്പോൾ കുവൈറ്റ് സിറ്റിയിൽ ബോംബ് വീണു, കുവൈറ്റ് സിറ്റിയിൽ മിസൈൽ വീണു, എയർപോർട്ടിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി, ടെർമിനൽ 1-ൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞ ദിവസം. അത് വലിയൊരു ദോഷമാണ്. അതുപോലെ ഖത്തറിനെ അല്ലല്ലോ ആക്രമിക്കുന്നത്, മറിച്ച് ഖത്തറിൻ്റെ അലുദൈദ് എയർബേസ് ഓഫ് അമേരിക്ക. അതുപോലെ ബഹ്റിനെ അല്ലല്ലോ ആക്രമിക്കുന്നത്, ബഹ്റിനിലെ മനാമയിലെ അമേരിക്കൻ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനമാണ് ആക്രമിക്കപ്പെടുന്നത്. UAE-യിലെ അമേരിക്കൻ താവളങ്ങളെയാണ് ആക്രമിക്കുന്നത്. കൂട്ടത്തിൽ കൊളാട്രൽ ഡാമേജ് ഉണ്ടാകും. അപ്പം എന്തിന് ഈ മാരണം ഞങ്ങളുടെ രാജ്യങ്ങളിൽ അമേരിക്കൻ താവളങ്ങൾ എന്തിന്? സുരക്ഷിതത്വത്തിന് വേണ്ടിയാണല്ലോ താവളങ്ങൾ. അമേരിക്കയ്ക്ക് ഇപ്പോൾ ഈ സുരക്ഷിതത്വം കൊടുക്കാനാവുന്നില്ല. ഈ സുരക്ഷിതത്വത്തിന് വേണ്ടി കൊണ്ടുവരുന്ന താവളങ്ങളിലേക്ക് ആക്രമണം നടക്കുമ്പോൾ തങ്ങളുടെ രാജ്യം തന്നെയാണ് അസ്ഥിരമാകുന്നത്. ദീർഘകാലാടിസ്ഥാനത്തിൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ദേ ആർ ഓൺ ദെയർ വേ ഔട്ട് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് മാറിയ ചിന്തകൾ ഗൾഫ് രാജ്യങ്ങളിൽ, അറബി ഇസ്ലാമിക മേഖലയിൽ വേറിട്ട ചിന്തകൾ കഴിഞ്ഞ 2-3 മാസത്തിനുള്ളിൽ യുദ്ധം അവസാനിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നിപ്പോൾ തോന്നുന്ന സ്ഥിതിക്ക് ഇതെല്ലാം പ്രഹസനമാണ്. ഓരോ ചർച്ചയും പ്രഹസനമാണ്. ഇറാൻ അടുക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? ചർച്ച നടത്തും ഒരു വശത്ത്, മറുവശത്ത് യുദ്ധം. ഇത് എത്ര പ്രാവശ്യം ഇതൊരു പരിഹസിക്കുന്നതിന് തുല്യമല്ലേ? ഈ 4-ാം റൗണ്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇറാന് നേരെ ആക്രമണം നടക്കുന്നത്. അപ്പം ചർച്ചയും ആക്രമണവും ഒരേ സമയത്ത്, അതെങ്ങനെയുണ്ട്? ഭരണവും സമരവും എന്നൊക്കെ പണ്ട് CPM-കാർ പറയാറുണ്ടായിരുന്നു. അതുമാതിരി ആക്രമണവും സമാധാന ചർച്ചയും ഒരുമിച്ച് എങ്ങനെയാണ്? ഇതൊന്നും നിന്നിട്ട് വേണ്ടേ ചർച്ച? കറക്റ്റ്. അപ്പോൾ ഇതൊരു ദർ ഇസ് എ പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്ന് ഗൾഫ് രാജ്യങ്ങളും അവരുടെ ജനതയും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. അതുകൊണ്ട് അവർ ഒരു കാര്യം കൂടെ ചെയ്യുന്നു, സൗദി രാജാവൊക്കെ ഒരു കാര്യം കൂടെ ചെയ്യുന്നു. എണ്ണ കഴിഞ്ഞാലും തങ്ങൾക്ക് നിലനിൽക്കണം. തങ്ങളുടെ നിക്ഷേപങ്ങൾ വൻതോതിൽ വിദേശത്തുണ്ട്. അത് നാളെ ഇറാൻ്റെ നിക്ഷേപം ഫ്രീസ് ചെയ്തതുപോലെ സൗദി നിക്ഷേപം അമേരിക്കയുമായിട്ട് തെറ്റിയാൽ എന്താ സംഭവിക്കുക? സൗദിയുടെ വിദേശത്തുള്ള നിക്ഷേപങ്ങൾ, ഖത്തറിൻ്റെ വിദേശത്തുള്ള നിക്ഷേപങ്ങൾ അങ്ങ് മരവിപ്പിച്ചാൽ കുത്തുപാള എടുക്കില്ലേ? അതുകൊണ്ട് സ്വന്തം രാജ്യത്തെ ടൂറിസം പൊട്ടൻഷ്യൽ, ഗൾഫ് സൗദി പോലെയുള്ള രാജ്യത്ത് ടൂറിസം വികസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഹൈഡ്രോ കാർബണിന് ശേഷം എന്ത് എന്നുകൂടി MBS മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് ചിന്തിച്ചു എന്നാണ് അർത്ഥം. ഗൾഫ് രാജ്യത്തെ ആളുകൾ പഴയ പോലല്ല, നേതാക്കൾ പഴയതുപോലല്ല, വെരി ഷാർപ്പ്. തീർച്ചയായിട്ടും അവർ ചിന്തിക്കുന്നു, ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു. മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹം രാജകുമാരനാണ്, നെക്സ്റ്റ് ടു ക്രൗൺ, അപ്പോൾ നെക്സ്റ്റ് ടു ദ ത്രോൺ. അപ്പോൾ അത്തരത്തിൽ കിരീടാവകാശിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ വേഗത്തിലുള്ള അഗ്രസീവായിട്ടുള്ള കുറേയേറെ സ്റ്റെപ്പുകൾ ആ രാജ്യത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അങ്ങ് പറഞ്ഞതുപോലെ അവിടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കണം, ടൂറിസ്റ്റിനെ ആകർഷിക്കണം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ കുറേ കൂടി ഫ്ലെക്സിബിൾ ആവണം, കുറേ മോഡേണൈസേഷൻ കൊണ്ടുവരണം അവിടുത്തെ ജീവിത ശൈലിയിലാണെങ്കിൽ തന്നെ. അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അമേരിക്ക എന്നുള്ള ഈ ശക്തി, ഇത് അമേരിക്കൻ ബുദ്ധിയായിരിക്കുമോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്, അതോ ട്രംപിൻ്റെ ബുദ്ധിയായിരിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അങ്ങ് പറഞ്ഞു ട്രംപ് പോവും, പക്ഷേ അമേരിക്ക എന്നുള്ളത് അവിടെ തന്നെ ഉണ്ട്.
അവരുടെ ഡീപ്പ് സ്റ്റേറ്റ് ആണെങ്കിലും ഇപ്പം എന്താണ് ഇതിന് പിന്നിൽ? ഇത് ട്രംപ് ആണോ അതോ മറ്റെന്തെങ്കിലും ആണോ? ഡീപ് സ്റ്റേറ്റ് അമേരിക്ക ആസ് എ കോൺസെപ്റ്റ് നമുക്ക് എണ്ണി പറയാനാവില്ല. നമുക്ക് എണ്ണി പറയാനാവില്ല. ഇന്നാരും നമ്മൾ പൊതുവേ പറയുന്നത് അവിടുത്തെ വ്യവസായ ഭീമന്മാർ, അപ്പോൾ അവരുടെ എല്ലാം താല്പര്യങ്ങൾ ഇതെല്ലാം ചേർന്ന ഒരു സിംബോളിക് പേരാണ് ഡീപ് സ്റ്റേറ്റ്. ഇപ്പോൾ ട്രംപ് ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ എതിരെ നിന്ന് പടപൊരുതി നേടിയെടുത്ത ആളാണ്. ഇപ്പോൾ ട്രംപിനെ വെച്ച് ഇപ്പോൾ തോറ്റു കഴിഞ്ഞു. ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉദ്ദേശിച്ചത് പിന്നെ കമലാ ഹാരിസ് ആണെങ്കിൽ അവർക്ക് നിയന്ത്രിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ട്രംപിൻ്റെതായ ഒരു വഴി വെട്ടിയപ്പോൾ അത് തങ്ങൾക്കും കൂടെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ട്രംപിനെ മുന്നിൽ നിർത്തി ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ കളിക്കുന്നു എന്നൊരു ചിന്തയുണ്ട്. കൂട്ടത്തിൽ ട്രംപിന് ചില ബിസിനസ് താല്പര്യങ്ങൾ നേടുന്നെങ്കിൽ നേടിക്കോട്ടെ. ഇപ്പോൾ ട്രംപ് നടത്തുന്ന പ്രസ്താവനകൾ, ഇപ്പോൾ അവിടെ പറയുന്ന ആരോപണം ഇതാണ്: ട്രംപ് നടത്തുന്ന ചില പ്രസ്താവനകൾ നാളെ എന്താണ് പറയാൻ പോകുന്നത് ട്രംപിനെ അറിയൂ. അപ്പോൾ അതനുസരിച്ച് ഓഹരി വിപണിയിൽ, അമേരിക്കൻ ഓഹരി വിപണിയിലോ ലോകത്താകമാനം നടത്തുന്ന നിക്ഷേപത്തിലോ ഈ പറയുന്ന ഇൻസൈഡേഴ്സിന് വിവരം ഉണ്ടാകും. നാളെ ട്രംപ് ഇന്നത് പറയും, അതനുസരിച്ച് വില കൂടുകയോ കുറയുകയോ ചെയ്യാം. ഇപ്പോൾ തന്നെ ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ് അല്ലെങ്കിൽ മറ്റ് വ്യാപാരങ്ങളിൽ വൻപൻ നേട്ടമുണ്ടാക്കാൻ ട്രംപിനോട് അടുത്ത് നിൽക്കുന്ന ഫാമിലി മെമ്പേഴ്സിനോ അംഗങ്ങൾക്കോ കഴിയും. അതേക്കുറിച്ച് ഇപ്പോൾ അന്വേഷണവും നടക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. കാരണം സംശയിക്കേണ്ടിയിരിക്കുന്നു സാർ, സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അമേരിക്കയുടെ ഒരു മിസൈൽ ഇറാനിലേക്ക് പോകുന്നു, ഇറാൻ്റെ ഒരു മിസൈൽ കുവൈറ്റിലേക്കോ മറ്റ് എവിടെയൊക്കെയാണോ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളുള്ളത് അവിടേക്കൊക്കെ വീഴുമ്പോൾ തൊട്ടടുത്ത ദിവസം എന്താണ്, പെട്രോളിയം വില കുതിച്ചുയരുന്നു, ഗോൾഡിൻ്റെ വില കുറയുന്നു, അത് വിപണിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇത് ശതകോടികളുടെ നീക്കമാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു വ്യക്തിക്ക് ഇപ്പം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം സിംഗുലർലി എ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ലോക വ്യവസ്ഥയെ ഏകപക്ഷീയമായി നിയന്ത്രിച്ചൊരു അന്തരീക്ഷമില്ല. അത് ഡൊണാൾഡ് ട്രംപാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മറ്റാരുടെ വാക്കുകൾക്കും ഓഹരി വിപണി ആ രീതിയിൽ ചലിപ്പിക്കാനാവില്ല. ഒരു നിമിഷം പറയുകയാണ്, ഏത് നിമിഷവും ഞങ്ങൾ കരാർ ഒപ്പിടാം. പെട്ടെന്ന് ഓഹരി വിപണി ഉയരുകയാണ്, എണ്ണവില താഴുകയാണ്. അടുത്ത നിമിഷം പറയുന്നു ഒന്നുമായിട്ടില്ല, ഇനിയും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുപോലെ ഉയർന്ന വില അതുപോലെ താഴുകയാണ്. ഇതെല്ലാം തന്നെ ഈ ബൈയിങ് സെല്ലിംഗ് ഇതിനിടയിൽ ആളുകൾ കച്ചവടമുണ്ട്, ട്രേഡിംഗ്, ഇൻസൈഡർ ട്രേഡിംഗ് ഉണ്ടാവണം. ഇതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ്. ഇത് കൃത്യമായി ഇപ്പോൾ തെളിയിക്കാനാവില്ല, യുദ്ധ സമയമാണ്. പക്ഷെ നാളുകളിൽ ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ കുംഭകോണമായി ഇത് മാറാനും സാധ്യതയുണ്ട്. അന്വേഷണത്തിൽ കൂടുതൽ ആഴത്തിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ സംബഡി സംവെയർ സംഹൗ മെയ്ഡ് എ കില്ലിംഗ്, മെയ്ഡ് എ ലോട്ട് ഓഫ് മണി എന്നാകാം ഒരുപക്ഷെ കണ്ടെത്തുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് പോകണമെന്ന് ലോകമൊന്നടങ്കം ആഗ്രഹിക്കുന്നു. പക്ഷേ ആരൊക്കെയോ അതിന് തടസ്സം നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആഗ്രഹങ്ങളുടെ തലവെട്ടുകയാണ്. അവരുടെ താല്പര്യം അവരുടെ മാത്രം പോക്കറ്റിൻ്റെ ലാഭമായിരിക്കാം എന്നാണ് നമുക്ക് ഈ ചർച്ചയിൽ അനുമാനിക്കാൻ സാധിക്കുന്ന പോയിന്റുകൾ പറയുന്നത്. ഒരു ദിവസം ഒരു മിസൈൽ പായുന്നു, നേരത്തെ പറഞ്ഞതുപോലെ അതിന് പിന്നാലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്നു. വീണ്ടും സമാധാനത്തിൻ്റെ പ്രത്യാശ വരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് കുതിച്ചു കയറുന്നു. ഇതൊക്കെ തന്നെ പെട്രോളിയം വില ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു, സ്വർണ്ണത്തിൻ്റെ വില ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു. ഇതിനിടയിൽ സംശയകരമായിട്ടുള്ള ഇടപാടുകൾ നടന്നേക്കാം. മോഹൻ സാർ പറഞ്ഞതുപോലെ ഒട്ടേറെ ബിസിനസ് ഇടപാടുകളിലൂടെ ശതകോടികൾ പലരും സമ്പാദിച്ചിരിക്കാം. പക്ഷേ ഈ ചൂതാട്ടത്തിലൂടെ തകർന്നു പോകുന്നത് ശതകോടിക്കണക്കിന് ആളുകളുടെ ജീവിതമാണ്. നമ്മൾ ഇന്ത്യയും നമ്മുടെ ഒരു സംസ്ഥാനമായ ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായ കേരളത്തിൻ്റെയും ഒക്കെ തന്നെ സാമ്പത്തിക നട്ടെല്ല് നിവർന്നു നിൽക്കുവാൻ പ്രാപ്തമാക്കിയ ഗൾഫിലെ പണം, ആ പണം സത്യമുള്ളതാണെന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ ഇപ്പോൾ അതിന് വലിയ തിരിച്ചടി നൽകാൻ ശ്രമിക്കുകയാണ് ഒരു ഗൂഢശക്തി. അത് അമേരിക്കയാകാം, അത് ട്രംപ് ആകാം. പക്ഷേ അവർ ചെയ്യുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ കൊടും പാതകമാണ്. ഈ ആശങ്കയുടെ നാളുകൾ എന്ന് അവസാനിക്കുമെന്ന് ഒരേ സ്വരത്തിൽ ചോദിക്കുകയാണ് ഗൾഫിലെ പ്രവാസികളും ഒപ്പം തന്നെ തദ്ദേശീയരും. കാരണം ആ നാട് നാളെ കാണുന്നത് ആശങ്കയോടെയാണ്. ഇത്രയേറെ പ്രവചനാതീതമായ നാളുകളിലൂടെ അവർ കടന്നു പോയിട്ടില്ല എന്നും അവർ അടക്കം പറയുകയാണ്. കാത്തിരുന്ന് കാണാം പ്രത്യാശയുടെ തിരുനാളം അത് സ്ഥിരമായി അവിടെ കത്തുന്നതിനായി. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.